ആ അവിടെ ഉണ്ടല്ലോ അല്ലേ? പറഞ്ഞേക്കാം. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എല്ലാ നടന്മാരുടെയും ശബ്ദം സ്വന്തം ശബ്ദത്തിൽ അനുകരിക്കുക എന്ന ദൈവികമായ കഴിവുള്ള അനശ്വരനായ കലാകാരൻ, അതോടൊപ്പം തന്നെ ബഹിരാകാശത്ത് സ്വന്തമായിട്ട് സ്ഥലം മേടിച്ചിട്ടുള്ള, ആഴ്ചയിൽ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് വരുന്ന നമ്മുടെ പ്രിയങ്കരനായ ടിനി ടോമിനെ കുറിച്ചിട്ടാണ്. ടിനി ടോം നമ്മുടെ അനുഗ്രഹീത കലാകാരനായ പ്രേം നസീറിനെ കുറിച്ച് ചില പരാമർശങ്ങൾ നടത്തി, എയറിലായി, ബഹിരാകാശത്തായി, അവിടുന്ന് എങ്ങോട്ടൊക്കെയോ പോയിരിക്കുകയാണ്. ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം. കൂടുതലായിട്ട് പിന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയാം ടിനി ടോം ഏറ്റവും കൂടുതൽ പരിഹാസം നേരിട്ടിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ മറ്റ് പല നടന്മാരുടെയും ശബ്ദം പുള്ളി അദ്ദേഹത്തിൻ്റെ തനതായ ശബ്ദത്തിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതുമാത്രമല്ല, എല്ലാ സീസണിലും പുള്ളിക്കാരനൊന്ന് ഏറി കയറും, എന്തെങ്കിലും വള്ളിക്കെട്ട് പുള്ളിക്കാരൻ തന്നെ പിടിക്കും. ഇടയ്ക്ക് വന്നിട്ട് സുരേഷ് ഗോപിയെ ഒന്ന് ഊക്കി ഏറി കയറി പോയി തിരിച്ച് ഇറങ്ങിയോട്ട് വന്ന് ലാൻഡ് ചെയ്തു, വീണ്ടും കയറി, അടുത്ത കയറ്റം കയറി. ഈ തവണ പ്രേം നസീറാണ് സംഭവം. നമ്മുടെ പ്രേം നസീർ എന്ന് പറയുന്നത് മലയാള സിനിമയ്ക്ക് എത്ര പ്രാധാന്യമുള്ളൊരു കലാകാരനാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ എവർഗ്രീൻ ഹീറോയാണ് ഈ പ്രേം നസീർ. ഹരിത നായകൻ എന്തോ പറയൂല, അങ്ങനെ ഒരു ഫ്രേസ് ഉണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം മലയാള സിനിമയ്ക്ക് കൊടുത്തിട്ടുള്ള ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞാൽ ചില്ലറയൊന്നുമല്ല. അദ്ദേഹത്തെക്കുറിച്ച് മറ്റാരോ പറഞ്ഞു കേട്ട സാധനം ഇദ്ദേഹം വന്നിട്ട് ഒരു ഡീക്കടിയിലൂടെ അങ്ങോട്ട് പ്രസ്താവിച്ചു. അപ്പൊ ഈ വിഷയം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഞാൻ ഈ വിഷയത്തിൽ കുറച്ച് ലേറ്റ് ആണ്. ഏതായാലും നമുക്ക് ആ വിഷയം ഒന്ന് കണ്ടിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. എല്ലാവരും നമ്മൾ മൈൻഡിനെ ഇത് ചെയ്ത് ട്രെയിൻ ചെയ്തെടുക്കുക എന്നുള്ളത് അത് ഞാൻ ജഗദീഷ് ചേട്ടനാണ് കണ്ടിട്ടുള്ളത്. കോമഡി സ്റ്റാർസിൽ നമ്മൾ ജഡ്ജ് ചെയ്തിരിക്കുമ്പോൾ 10 വർഷം അത് സിനിമയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ചാനലിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് പുള്ളി ആ മൈൻഡ് സെറ്റിലെ അയ്യോ എനിക്ക് സിനിമയില്ല, ഞാനാകെ ഔട്ടായി എന്ന് പറഞ്ഞ് നിൽക്കരുത്. നമ്മളപ്പോൾ എന്താ ചെയ്യുന്നത് അത് അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളാരും സൂപ്പർ സ്റ്റാർ ആകാമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും വന്നിട്ടില്ല, അല്ലെങ്കിൽ ആർക്കും വാഗ്ദാനം കൊടുത്തിട്ടില്ല. നമ്മൾ നന്നായിട്ട് ജീവിക്കാന്ന് അല്ലെങ്കിൽ അരി മേടിക്കാന്നാണ് നമ്മൾ പ്രതിജ്ഞ എടുത്തിട്ടുള്ളത്. ആ രീതിയിൽ ജീവിക്കുക. നസീർ സാറ് മനസ്സ് വിഷമിച്ചാൽ മരിച്ചെന്ന് പറഞ്ഞു. കാരണം അദ്ദേഹത്തിന്റെ സ്റ്റാർഡം പോയിട്ട് എല്ലാ ദിവസം കാലത്ത് മേക്കപ്പ് ഇട്ട് ഇറങ്ങുമെന്ന് പറയുന്നത്. കാരണം സിനിമയില്ല. എന്നിട്ട് ബഹദൂർ ഇക്കടക്ക് വീട്ടിൽ പോയിരുന്ന് കരയുമായിരുന്നു അടൂർബാസി സാറിൻ്റെ അടുത്തൊക്കെ. പുള്ളി പറയുന്നത് എന്നാണ് പറയുന്നത് നാട്ടോ. അപ്പൊ പുള്ളിക്കാരൻ ഇതാണ് സംഭവം എന്നല്ല പറഞ്ഞത്. പുള്ളിക്കാരൻ കുറച്ച് മോട്ടിവേഷൻ വാരി വിതറാൻ ശ്രമിച്ചതാണ്. പക്ഷെ മോട്ടിവേഷൻ പുള്ളിക്കാരന്റെ മിഡിലോമ്പളൊക്കെ ഇട്ടിട്ട് അടി കിട്ടുന്ന സാധനമായി പോയെന്നേ ഉള്ളൂ. കരഞ്ഞു അങ്ങനെ മനസ്സ് വിഷമിച്ചാൽ മരിച്ചെന്ന് പറഞ്ഞു. രാജേഷ് ഖന്ന എന്ന് പറഞ്ഞ ആൾക്ക് 5 വർഷം കണ്ടിന്യൂസ് ഹിറ്റുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ള ഒരേ ഒരു സൂപ്പർ സ്റ്റാറാണ് സുന്ദരൻ. പുള്ളി അങ്ങ് ഔട്ടായിട്ട് ഹീറോ എന്നുള്ളൊരു സംഭവത്തിൽ നിന്ന് അങ്ങ് പോയിട്ട് ഫിലിം ഇല്ലാണ്ടായിട്ട് അക്ഷയ് കുമാർ മരുമാനുള്ളൂ. പുള്ളി എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ 5 അസിസ്റ്റൻസിന് വെച്ച് കൊടുക്കും. കാരണം ആ സ്റ്റാറായിട്ട് ജീവിച്ചിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു, കാരണം ആ ഫീൽ അതുകാരണം ഒറ്റപ്പെട്ടു പോയി. പക്ഷെ ആ സ്റ്റാർഡം നഷ്ടപ്പെടാണ്ടുള്ള ആംബിയൻസ് കൊടുത്തു. അപ്പം നമ്മളെപ്പോഴും തീരുമാനിച്ചിരിക്കുന്ന ഞാൻ നാളെ ഇവിടെ ഉണ്ടാവും എന്നുള്ളതില്ല. നമ്മൾ നാളെ ചിലപ്പോൾ സൂപ്പർ മാർക്കറ്റിലായിരിക്കും നമ്മൾ നടത്തുന്നത്, ചിലപ്പോൾ നാളെ ചായ കൊടുക്കാനായിരിക്കും വരുന്നത്. അത് നമ്മൾ പ്രിപ്പയർ ആയിട്ട് ഇരിക്കും. ആ ഒരു മോട്ടിവേഷനാണ് പുള്ളിക്കാരൻ കൊടുത്തത്. ഈ രാജേഷ് ഖന്നയ്ക്കും അക്ഷയ് കുമാറിനൊക്കെ ഈ കഥ അറിയാവോന്ന് എനിക്കറിയത്തില്ല. 5 അസിസ്റ്റൻസിനെ വെച്ചിട്ട് മുമ്പോട്ട് നടന്ന് നീങ്ങിയപ്പോൾ അസിസ്റ്റൻസ് നമ്മുടെ സാറ് വരുന്നു ആ സാധനമൊക്കെ കൊടുത്തിട്ടുള്ള കാര്യം അവർക്കറിയാമെന്ന് എനിക്കറിയത്തില്ല. അതിൽ ടിനി ടോം വെച്ച് അടിച്ചിട്ടുണ്ട്. ഇദ്ദേഹം ഇതിനകത്ത് പറയാൻ ഉദ്ദേശിച്ച സാധനം, നമുക്കൊരു നല്ല കാലമുണ്ട്, അതേപോലെ നമുക്കൊരു മോശം കാലമുണ്ട്. നമ്മുടെ നല്ല കാലത്ത് നമ്മൾ ഇങ്ങനെ ജീവിച്ചു, നമ്മുടെ മോശകാലത്ത് നമ്മൾ ഇങ്ങനെ ജീവിക്കണം, നമ്മൾ അതിനെ ഒരു തുല്യമായ തന്തുലിതാവസ്ഥയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ഒരു വലിയ സാമൂഹിക, സാമ്പത്തിക, മാനസിക സിദ്ധാന്തത്തെയാണ് അദ്ദേഹം സിമ്പിളായിട്ട് നമ്മളിലേക്ക് അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. പക്ഷെ അവതരിപ്പിച്ചപ്പോൾ ഒരു ആവശ്യമില്ലാതെ പ്രേം നസീറിനെയും അക്ഷയ് കുമാറിനെയും രാജേഷ് ഖന്നേനെയും ഒക്കെ പിടിച്ച് വലിച്ച് അതിനകത്തോട്ടിട്ട് പുള്ളിക്കാരൻ ഈ വള്ളിക്കകത്തുനിന്ന് ഇറങ്ങാൻ പറ്റാത്തവരായിപ്പോയി. അതായത് നമ്മൾ ചില ഇതിലൊക്കെ കാണുമല്ലോ, ഒരു കലം, ഈ കലത്തിൽ കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട്. അപ്പോൾ ഒരു പട്ടിയോ പൂച്ചയോ വേണം പോയി അതിനകത്ത് തലയിടും, അതിങ്ങനെ അങ്ങ് കുടുങ്ങിപ്പോവും. ആ കുടുങ്ങലാണ് ഇപ്പോൾ ടിനി ടോമിന് സംഭവിച്ചിട്ടുള്ളത്. ഇദ്ദേഹം മറ്റാരോ പറഞ്ഞത് കേട്ടിട്ടാണ് പറഞ്ഞത്. പക്ഷെ പുള്ളി ആധികാരികമായിട്ട് ഡീക്കടിക്കുന്ന പോലെയാണ് ഈ ഒരു പ്രസ്താവന നടത്തിയത്. മറ്റാരോ പറഞ്ഞിട്ടാണത് പറഞ്ഞത്. പക്ഷെ ഇപ്പം അവർ എനിക്ക് അറിയത്തില്ല എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചു. അതിന് ടിനി ടോം ഇത് ഏറിക്കയറിയ സമയത്ത് എല്ലാ തവണയും ഏറിക്കയറുമ്പോൾ പുള്ളി ചെയ്യുന്ന അതേ സാധനമായിട്ട് പുള്ളി വന്നു, മെഴുകൽ. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ മെഴുകൽ മാപ്പ് പറച്ചിൽ കണ്ടിന്യൂസും കൊടുന്ന് കാണാം. നമസ്കാരം, ഞാൻ ടിനി ടോം, ഞാൻ UK-ലാണ്. വളരെ വൈകിയാണ് ഞാനൊരു വാർത്ത കണ്ടത്. കാരണം നസീർ സാറിനെ ഞാൻ മോശം പരാമർശം നടത്തി എന്ന് പറഞ്ഞിട്ട്. ദ ഗോഡ് ഓഫ് മലയാള സിനിമ, ദ ലെജൻഡ് ഓഫ് മലയാള സിനിമ, നസീർ സാറിനെ ആരാധിക്കുന്ന ലോകത്ത് ഒരുപാട് പേരുണ്ട്. അതിലുൾപ്പെടുന്ന ഒരു ചെറിയൊരാളാണ്. നസീർ സാർ എവിടെ കിടക്കുന്നു, ഞാൻ എവിടെ കിടക്കുന്നു. നസീർ സാർ എവിടെ കിടക്കുന്നു, ഞാൻ എവിടെ കിടക്കുന്നു. നസീർ സാർ മലയാള സിനിമയുടെ ഏറ്റവും തലപ്പത്ത് ഒരു അവസ്ഥയിൽ നിൽക്കുന്നു.
ടിനി ടോം UK കൊണ്ടുപോയി കിടക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അറിയത്തില്ല കേട്ടോ, പുള്ളിയാ പറഞ്ഞേ. അപ്പൊ അത്രയും വലിയൊരു സ്റ്റാറിനെ മോശം പരാമർശം നടത്തി ഞാനാരും അത്രയും വലിയൊരു സ്റ്റാറിനെ മോശം തന്നെയാണ് പറഞ്ഞത്. അപ്പൊ താങ്കൾ പറഞ്ഞ പ്രസ്താവന എന്തായിരുന്നു? അതായത് നസീർ സാറിന് സിനിമ ഇല്ലാത്തപ്പോൾ അദ്ദേഹം അവിടെ ഇവിടെ എല്ലാം പോയി മേക്കപ്പ് ഇട്ടിരിക്കുമായിരുന്നു എന്ന് കേട്ടു. അദ്ദേഹം മനം നൊന്ത് വിഷമിച്ച് കരഞ്ഞ് മനോവേദനയിലാണ് മരിച്ചത് എന്ന് നിങ്ങൾ വളരെയധികം ആരാധിക്കുന്ന ഒരു ജനവിഭാഗം അദ്ദേഹത്തെ ആരാധിക്കുന്ന ഒരു സമയം, അങ്ങനെ ഒരു ആളെ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ മോട്ടിവേഷനായിട്ട് കാണുന്ന ഒരാളെ, മലയാള സിനിമ നമ്മുടെ സിനിമ ഫേസിന്റെ മുഖമായിട്ട് കാണുന്ന ഒരാളെ കുറിച്ച് ആരോ പറഞ്ഞു കേട്ട അറിവിൽ നിന്നും നിങ്ങളത് പറയാൻ പാടില്ല. നമ്മളത് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹം ചില പല രോഗാവസ്ഥയിലൂടെ പോയിട്ട് മരിച്ചതെന്നാണ് കാണപ്പെടാൻ സാധിച്ചത്. നമുക്ക് അടിസ്ഥാനരഹിതം, അല്ലെങ്കിൽ നിങ്ങൾ പറയണമായിരുന്നു ഇന്ന ആൾ എന്നോട് പറഞ്ഞത് പ്രകാരം അതും പറഞ്ഞില്ലല്ലോ, അങ്ങനെയാണ് കേട്ടേക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ലേ പറഞ്ഞത്. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അപമാനിക്കുന്ന ഒരു സാധനം തന്നെയാണ് ചെയ്തത്. അതിനകത്ത് യാതൊരു സംശയമില്ല. ഒരു ഇന്റർവ്യൂവിൽ നിന്നും അടർത്തിയെടുത്ത ഒരു ചുരണ്ടി എടുത്തിട്ട് ഒരു ഭാഗം എടുത്തിട്ട് തെറ്റായിട്ട് അത് വ്യാഖ്യാനത്തിലൂടെ പല ന്യൂസുകളും പുറത്തുവിടുകയാണ് ഉണ്ടായത്. പറ ശരിയായിട്ടുള്ള വ്യാഖ്യാനം പറ കേൾക്കട്ടെ. ചുരണ്ടി എടുത്തതിന് തെറ്റായ വ്യാഖ്യാനം. താങ്കൾ ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് താങ്കൾ തന്നെ ഒന്ന് ഇരുത്തി കേട്ട് നോക്കൂ, അപ്പം മനസ്സിലാവും എന്താണ് ശരി എന്താണ് തെറ്റെന്ന്. ഇത് ഈ തന്ന ഇൻഫർമേഷൻ നസീർ സാറിനെ കുറിച്ചൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ട് പോലില്ല. അപ്പോൾ നമ്മുടെ ഒരു സീനിയർ തന്നൊരു ഇൻഫർമേഷൻ ഇപ്പം അദ്ദേഹം കൈമലർത്തുന്നുണ്ട്, അല്ലാതെ ഞാൻ അന്തരീക്ഷം വായിച്ചെടുത്തതല്ല. അതിൽ നിന്നും കേട്ട ഇൻഫർമേഷൻ വെച്ചിട്ട് ഞാൻ ഷെയർ ചെയ്തൊരു കാര്യമാണ്. അത് ഒരിക്കലും മോശപ്പെടുത്താനോ അല്ലെങ്കിൽ അവഹേളിക്കാനോ അല്ല. കാരണം സീനിയർ നടന്റെ പേര് പറ, വിശ്വസിക്കാം. അങ്ങനെ ഒരു സീനിയർ നടൻ താങ്കളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീനിയർ നടന്റെ പേര് പറ. ആ സീനിയർ നടൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വിശ്വസിച്ച് അദ്ദേഹത്തോടുള്ള വിശ്വാസത്തിലാണല്ലോ താങ്കളുടെ വായിൽ നിന്ന് ഇത് പുറത്തേക്ക് വന്നേ. സീനിയർ നടന്റെ പേര് പറ, വിശ്വസിക്കാം. ഇതൊക്കെ ചുമ്മാ മുടന്തൻ ന്യായമാണ്. സീനിയർ ഇപ്പൊ താങ്കൾ ഇത്രയും നെഗറ്റീവ് വന്നിട്ടും ഞാൻ സീനിയർ നടനെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല, ഞാൻ ഇതാക്കും എന്ന് പറയാൻ. ഇവരൊന്നും നമുക്ക് തിരിച്ചു കിട്ടാത്ത ലെജൻസാണ്. പല സീനിയേഴ്സും മരിക്കുമ്പോൾ ഞാൻ അവിടെ ചെല്ലാറുണ്ട്, എൻ്റെ സാന്നിധ്യം അറിയിക്കാറുണ്ട്. നാട്ടുകാരെ കാണിക്കാനല്ലോ റീത്തുമായിട്ട് ചെല്ലുന്നത്. അവരുടെ ശബ്ദം ഇനി ഇമിറ്റേറ്റ് ചെയ്യുന്നത് അപമാനിക്കത്തില്ലെന്ന് പറയാനായിരിക്കില്ലയോ? അല്ല, നമ്മളെ ബഹുമാനമായിട്ടാണ്. കാരണം ഇവരൊന്നും നമുക്ക് തിരിച്ചു കിട്ടില്ല. അപ്പം അത്രയും ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന ഇവരെയൊക്കെ മോശം പരാമർശം നടത്താൻ ഞാൻ ആരാണ്? ഒരാളെ വാക്കുകൊണ്ട് വേദനിപ്പിക്കരുതെന്ന് പോലും അതനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ പിന്നെ ഇങ്ങനൊരു സംഭവം ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് പ്രേം നസീർ സുഹൃത്ത് സമിതി ലോകം മുഴുവനുണ്ട്. അതിലെൻ്റെ സുഹൃത്തുക്കളുണ്ട്, ജില്ലാ പ്രസിഡന്റുമാരുണ്ട്, അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റൊക്കെ എനിക്ക് അടുത്തറിയാവുന്നവരാണ്. എന്നിട്ട് താങ്കളുടെ സീനിയർ പറഞ്ഞ കഥ ശരിയാണോ അദ്ദേഹം തിരക്കില്ലേ? താങ്കൾക്ക് പ്രേം നസീറുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല ആളുകളെയും താങ്കൾക്കറിയാം. അപ്പോൾ താങ്കൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കഥ കേട്ടു, ഇത് സത്യമാണോ എന്ന് താങ്കൾ എന്തുകൊണ്ട് തിരക്കില്ല? നമ്മൾ നെറ്റിൽ ബ്രൗസ് ചെയ്താൽ തന്നെ നമ്മൾ അറിയാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മരണകാരണത്തെക്കുറിച്ച് താങ്കൾ പറഞ്ഞതിന് വിഭിന്നമായൊരു കഥയാണ്. അപ്പോൾ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് താങ്കളുടെ മനസ്സിലുണ്ട്, താങ്കൾ ഇത് പുറത്ത് പറയുമെന്നൊരു സാഹചര്യത്തിൽ അത് ചെക്ക് ചെയ്യാനൊരു സാധനം താങ്കൾക്കില്ല. പ്രത്യേകിച്ച് താങ്കൾക്ക് ആക്സസബിൾ അല്ലാത്തൊരു സാധനത്തിലല്ല വരുന്നു. താങ്കൾ അവരുമായിട്ട് കോൺടാക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന ആളുകളെ താങ്കൾക്ക് അറിയാം. ചെയ്തില്ലല്ലോ. ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിരുപാധികം മാപ്പും ക്ഷമയും ചോദിക്കാൻ ഞാൻ തയ്യാറാണ്. കാരണം ഇത്രയും വലിയൊരു ലെജൻഡ് കാൽക്കാൽ വീഴാനും ഞാൻ തയ്യാറാണ്. അത്രയും വലിയൊരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ മകനുമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് ഷാനവാസിക്കായിട്ട് ഞാൻ ചാറ്റ് ചെയ്യാറുണ്ട്. ആരാധന കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ സത്യൻ മാസ്റ്ററിൻ്റെ മകൻ സതീഷ് സത്യൻ മാസ്റ്റർ ചോദിച്ചാൽ അറിയാം. കാരണം അദ്ദേഹത്തിനെ ഓണർ ചെയ്യണമെന്നും പറഞ്ഞിട്ട് വാദിച്ച ഒരാളാണ്. അദ്ദേഹത്തിന് ഓണർ മെമ്പർഷിപ്പ് കൊടുത്തു. ഈ തവണത്തെ മീറ്റിങ്ങിന് നസീർ സാറിൻ്റെ ശബ്ദത്തിൽ തുടങ്ങണമെന്ന് പറഞ്ഞ് വാദിച്ച ഒരാളാണ്. അതിൻ്റെ ഒരു AI ക്രിയേറ്റ് ചെയ്തിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ അങ്ങനെയുള്ളൊരു വലിയ വ്യക്തിത്വത്തിന് ഞാൻ അത് നന്നായിട്ടോ, AI ക്രിയേറ്റ് ചെയ്ത് തുടങ്ങി നന്നായി. നമ്മൾ അനുകരിച്ച് കഴിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ എഴുതി പിടിച്ചോണ്ട് വരണം, നസീർ സാറിൻ്റെ ശബ്ദം ഞാൻ അനുകരിക്കുകയാണ് സുഹൃത്തുക്കളെ. അത് ചെയ്യേണ്ടി വന്നതിന് അതിൽ നല്ലത് AI തന്നെയാണ്. ഇപ്പോൾ ഇദ്ദേഹത്തിന് ഞാൻ ടാലൻ്റ് ഇല്ലയെന്നൊന്നും പറയുന്നില്ല, പക്ഷേ ഇദ്ദേഹം അനാവശ്യമായി പല വള്ളിക്കെട്ടുകളും പിടിക്കുന്നുണ്ട്. എന്തിനാണ് ഇദ്ദേഹം വഴിയെ കൂടെ പോകുന്ന വള്ളി ടാർസൺ പിടിക്കുന്നതിന് കൂടുതലായിട്ട് പിടിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. സ്പൈഡർമാൻ വിട്ട നെറ്റിൻ്റെ പുറകെ പോയി പിടിച്ചു പോയാൽ ഇദ്ദേഹം പിടിച്ച വള്ളിയെക്കാട്ടിലും കുറവായിരിക്കും ഈ സ്പൈഡർമാൻ വിട്ടിട്ടുള്ള നെറ്റ് എന്ന് പറയുന്നത്. അമ്മാതിരി വള്ളിക്കെട്ടുകളാണ് പിടിക്കുന്നത്. ഒരു കാര്യമില്ലാതെ എല്ലാ സാധനത്തിനകത്തും കൊണ്ട് തലയിടും. എന്തിനാണോ അത്? ഒരു മനുഷ്യന് ഒരടി കിട്ടിയാൽ പഠിക്കണം, 2 അടി കിട്ടിയാൽ പഠിക്കണം. അതായത് നമ്മൾ ഈ തൊണ്ട് തല്ലുന്നവരിട്ട് തല്ലിയാലും ഇയാൾ പഠിക്കത്തില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് താങ്കൾ വീണ്ടും ഏറി പോവുക, എത്രയും പെട്ടെന്ന് താങ്കളുടെ അടുത്ത ക്ഷമാർപ്പണമായിട്ട് വരിക, എത്രയും പെട്ടെന്ന് അത് എനിക്കൊരു കണ്ടന്റ് ആക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ എന്നോട് തന്നെ ആശംസിക്കുന്നു. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. ഇദ്ദേഹത്തെ മണിയമ്പിള്ള രാജുവൊക്കെ ഇരുന്ന് പൂച്ചിക്കുന്നുണ്ടോ എന്ന് ഞാൻ എടുക്കുന്നില്ല. നമ്മൾ മറ്റൊരാളെ ഞാൻ അപമാനിക്കുന്നുണ്ടല്ലോ, മറ്റൊരാളോട് അപമാനിക്കേണ്ട. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റുകളായി രേഖപ്പെടുത്തും.